ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഷഹനാസ് കുസിൻസ്. ഫിഷ് നിർവാണയാണ് ഇന്നത്തെ നമ്മുടെ റെസിപ്പി. ഷെഫ് പിള്ളയുടെ ഈ ഒരു റെസിപ്പി സാധാരണ കരിമീനും നെയ്മീനും ഒക്കെ വെച്ചിട്ടാണ് ചെയ്യാറുള്ളത്. നമ്മളിന്ന് സീബ്രീം ഫിഷ് വെച്ചിട്ടുള്ള ഒരു നിർവാണയാണ് തയ്യാറാക്കിയെടുക്കുന്നത്. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയാണിത്. വളരെ ഈസി ആയിട്ട് നമുക്കിത് റെഡിയാക്കിയെടുക്കാൻ പറ്റും. ഫിഷ് നിർമ്മാണം ഉണ്ടാക്കുന്നതിന് വേണ്ടി അത്യാവശ്യം നല്ല വലിപ്പമുള്ള 2 സീബ്രീം ഫിഷാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. സീബ്രീം നന്നായി ക്ലീൻ ചെയ്ത് വെള്ളമൊക്കെ കളഞ്ഞതിന് ശേഷം ഇതുപോലൊന്ന് വരഞ്ഞു കൊടുക്കണം. ഗ്രില്ല് ചെയ്യാനൊക്കെ കൂടുതലായിട്ട് ഉപയോഗിക്കുന്ന ഒരു ഫിഷാണിത്. ഇനി നമുക്ക് ഫിഷ് നിർമ്മാണയ്ക്ക് വേണ്ടി ഒരു മസാല റെഡിയാക്കിയെടുക്കാം. അതിനുവേണ്ടി 1 ടേബിൾ സ്പൂൺ എരിവുള്ള മുളക് പൊടി, 1.5 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 3/4 ടീസ്പൂൺ ഉപ്പ്, ചെറുനാരങ്ങ നീര് 2 ടേബിൾ സ്പൂൺ. ഇതെല്ലാം ആവശ്യത്തിന് വെള്ളവും ചേർത്ത് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഈ മസാല മീനിൽ നന്നായിട്ടൊന്ന് പുരട്ടി കൊടുക്കാം. ഇപ്പോൾ 2 മീനിലും മസാല നന്നായിട്ട് പുരട്ടി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അരമണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അടുത്തതായിട്ട് മീനൊന്ന് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കണം. അതിനുവേണ്ടി ഒരു പാൻ അടുപ്പിൽ വെച്ച് ചൂടാവുമ്പോൾ അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. നല്ല നെയ്യുള്ള മീനായതുകൊണ്ട് തന്നെ നമുക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ മതിയാവും. എണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുക. അതിനുശേഷം 2 മീനും ഇട്ട് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. നമ്മൾ സാധാരണ ഫ്രൈ ചെയ്യുന്ന പോലെ നല്ലപോലെ മൊരിച്ചൊന്നും എടുക്കരുത്. മീനിൻ്റെ 2 വശവും ഒന്ന് മൊരിഞ്ഞ് കിട്ടുന്ന രീതിയിൽ ഷാലോ ഫ്രൈ ചെയ്തെടുത്താൽ മതി. അങ്ങനെ നമ്മുടെ 2 മീനും ഇവിടെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നിർവാണം ഉണ്ടാക്കുന്നതിന് വേണ്ടി മീനൊന്ന് സെറ്റ് ചെയ്തെടുക്കാം. അതിനുവേണ്ടി ഒരു മൺകലത്തിൽ ചെറുതായി വാട്ടിയെടുത്തിട്ടുള്ള ഒരു വാഴയില വെച്ച് കൊടുക്കാം. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള മീൻ വാഴയിലേക്ക് വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് മീൻ മുങ്ങി കിടക്കുന്ന രീതിയിൽ നല്ല കട്ടിയുള്ള തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാം. വലിപ്പുള്ള മീനായതുകൊണ്ട് ഞാനിവിടെ 3.5 കപ്പ് നല്ല കട്ടിയുള്ള തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഒരു മാങ്ങ നീളത്തിൽ കനം കുറച്ച് കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കാം. 4-5 എരിവുള്ള പച്ചമുളക് ചെറുതായി കട്ട് ചെയ്തത്, വളരെ ചെറുതാക്കി കട്ട് ചെയ്തിട്ടുള്ള 3 ടേബിൾ സ്പൂൺ ഇഞ്ചി, നാളികേരം ചെറുതായി കട്ട് ചെയ്തത് 1/4 കപ്പ്, ഇതെല്ലാം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ സമയത്ത് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കണം. മീൻ ഫ്രൈ ചെയ്ത എണ്ണയിൽ നിന്ന് 1-2 ടേബിൾ സ്പൂൺ എണ്ണയും കൂടി ചേർത്ത് കൊടുക്കുക. ഇനി നമുക്ക് ഇതൊന്ന് മൂടി വെച്ച് മീഡിയം ഫ്ലെയിമിൽ കുക്ക് ചെയ്തെടുക്കാം. തേങ്ങാപ്പാൽ നന്നായിട്ട് തിളച്ച് വരുന്ന സമയത്ത് ഇതിലേക്ക് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 2 തണ്ട് വേപ്പില, 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ, ഇതെല്ലാം ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. കുറച്ച് നേരം ചട്ടി ഒന്ന് മൂടി വെച്ച് കൊടുക്കുക. മൺചട്ടി ആയതുകൊണ്ട് തന്നെ ചട്ടിയിലിരുന്ന് കറി നന്നായിട്ട് കുറുകി പാകമായിട്ട് കിട്ടും. അങ്ങനെ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള സീബ്രീം നിർവാണ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ ഒരു തിക്നെസ്സിലാണ് നമുക്കിതിൻ്റെ ഗ്രേവി വേണ്ടത്. നാളികേരപ്പാലും പച്ചമാങ്ങയുടെ പുളിയും വറുത്ത മീനിൻ്റെ ഫ്ലേവറും ഒക്കെ ചേർന്നുള്ള നല്ല ടേസ്റ്റുള്ളൊരു കറിയാണിത്. പൊറോട്ട, വെള്ളയപ്പം, ഇടിയപ്പം ഇതിൻ്റെയൊക്കെ കൂടെ നല്ല കോമ്പിനേഷനാണ് ഈ ഒരു കറി. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നമ്മുടെ റെസിപ്പീസൊക്കെ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ പുതിയൊരു റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.